മോനെ ഇന്ദ്ര, അമ്മയെ കണ്ടാ മുഖം തിരിച്ചു പോകുന്നിടം വരെ എത്തിയോടാ കാര്യങ്ങള്. അമ്മയൊന്നും മിണ്ടാത്തോണ്ടാ ഞാൻ. എന്നെ കുറിച്ച് നിന്റെ മനസ്സിൽ പലതും കിടന്ന് പുകയുന്നുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ നീ എന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നത് കാത്തിരിക്കായിരുന്നു ഞാൻ. ഇങ്ങു വാ, ഇവിടെ വന്നിരിക്കേ. ഇരിക്കേ. സംശയമൊന്നും ബാക്കി വെക്കരുത് ഇന്ദ്ര. അമ്മ തെറ്റ് ചെയ്തു എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. അല്ലാതെ മനസ്സിൽ അമ്മയെ കുറ്റവാളിയായി കണ്ട് പുറമേ നീ എന്റെ മുമ്പിൽ അഭിനയിക്കരുത്. എനിക്കൊരിക്കലും അമ്മയെ തെറ്റുകാരിയായിട്ട് കാണാൻ കഴിയില്ല. അങ്ങനെ കാണേണ്ടി വരുന്നൊരു സാഹചര്യം അമ്മയിൽ നിന്നുണ്ടാവുന്നതാ എന്റെ ഏറ്റവും വലിയ സങ്കടം. ഞാൻ എന്ത് സാഹചര്യം ഉണ്ടാക്കിയെന്ന മോനെ നീ പറയുന്നത്? എത്ര നല്ലത് ചെയ്താലും മറ്റൊരു രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുക എന്നുള്ളത് എന്റെ വിധിയാ. പിന്നെ എന്നെയും എന്റെ മോനെയും തമ്മിൽ അകറ്റാൻ പലരും ഒരു കാരണം കിട്ടാൻ വേണ്ടി നടക്കുകയാണല്ലോ. പണ്ടൊക്കെ അത്തരക്കാരെ എന്റെ മോൻ വിശ്വസിക്കില്ലെന്നതായിരുന്നു എന്റെ ധൈര്യം. ഇപ്പൊ അതല്ലല്ലോ. നിനക്ക് നിന്റെ അമ്മയേക്കാൾ വിശ്വാസം അമ്മയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെയല്ലേ. അമ്മയെ ആരെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായിട്ടൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതിനൊന്നും ആർക്കും കഴിയേയില്ല. പക്ഷേ എന്താടാ ഒരു പക്ഷേ? നിന്റെ അമ്മ ആരെയെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പ്രതിഭയുടെ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കൂന്ന് ഭാനുമ്മ ഇവിടെ വന്ന് പറഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞു. എനിക്കെതിരെ അങ്ങനെ ഒരു അപവാദം തുടങ്ങി വെച്ചത് നിന്റെ ഭാര്യയായിരുന്നവളാ അനുപമ. അവള് നിന്നെയും അത് വിശ്വസിപ്പിച്ച് കാണുമല്ലേ? എന്തിനും ഏതിനും അമ്മ അനുപമയെ പഴിക്കണ്ട. ഭാനുമ്മ പറഞ്ഞാല് എന്തെങ്കിലും കാര്യമുണ്ടോന്ന് അമ്മ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അമ്മ എന്ത് ചെയ്താലും അമ്മയെ സംരക്ഷിക്കാനേ ഇന്നുവരെ എല്ലാവരും ശ്രമിച്ചിട്ടുള്ളൂ. ഇപ്പോഴും അമ്മയ്ക്ക് വേണ്ടി ഡിവോഴ്സ് വാങ്ങി പോണോന്നാ അനു എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അവളെ ഡിവോഴ്സ് ചെയ്യാൻ നിനക്ക് ഒരു താല്പര്യവും ഇല്ലല്ലേ? പിന്നെ എന്തിനാടാ നീ എനിക്ക് അങ്ങനെ ഒരു വാക്ക് തന്നത്? ഞാനായിട്ട് വാക്ക് തന്നതല്ലോ. അങ്ങനെ ഒരു വാക്ക് അമ്മ എന്നിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചതല്ലേ. അറിയാതെ പോലും പറയാൻ പാടില്ലാത്ത വാക്കാണെന്ന് അറിഞ്ഞിട്ടും അമ്മ വിഷമിക്കുമെന്ന് കരുതിയാ ഞാനത് ചെയ്തത്. എന്തായാലും അമ്മ ജയിക്കട്ടെ. എന്റെ സംശയവും പ്രതിഷേധവും ഒക്കെ ഞാനങ്ങ് ഉപേക്ഷിച്ചു. മോനെ ഇന്ദ്ര, അവിടെ നിൽക്കേ. നിനക്ക് നിന്റെ ഭാര്യയും കുഞ്ഞിനെയും തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ നീ അതിന്റെ മുഖത്ത് നോക്കി പറ. നിന്റെ സന്തോഷത്തിന് വേണ്ടി അനുപമയോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാ. അവളെ നിനക്ക് ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. പറയടാ, അനുപമയെ ഇനി നിനക്ക് വേണോ? ഞാൻ ആഗ്രഹിച്ചാലും ഇനി അനു എൻ്റെ അടുത്തേക്ക് വരുമെന്ന് തോന്നുന്നില്ല. പിന്നെന്തിനാ വെറുതെ ആശിച്ച് നിരാശപ്പെടുന്നത്?